ഹലോ, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാനിന്ന് ഇവിടെ വിഷ്വൽ ചെയ്യാൻ പോണത് ഒരു ചൂര മീൻ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു എനിക്ക് തോന്നുന്ന ഒരു 1 കിലോ വരും ചൂര. അപ്പം കറുത്ത ചൂരയാണ് അത്. അപ്പം അതിനെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. വലിയ ഫ്രഷല്ല, ഓക്കെയാണ് ഒരു മീൻ. പക്ഷേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ മീൻ കട്ട് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ 2 സൈഡിൻ്റെയും ചിറകുകൾ കട്ട് ചെയ്യുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ കത്തിയാണ്. അപ്പോൾ എനിക്ക് ആൾറെഡി കട്ടിങ് സ്കിൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി ഞാനൊരു ഷെഫായതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ട്രെയിനിങ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കണ്ടല്ലോ, നമ്മൾ ആ ചിറകിൻ്റെ ആ സൈഡിൽ ആ തല അങ്ങനെ സ്ലൈഡ് കൈ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും 2 സൈഡ് തലയും നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മുടെ വയറിൻ്റെ ഭാഗം കണ്ടല്ലോ, വയറിൻ്റെ ഭാഗം ഒരു സൈഡ് പിടിച്ചിട്ട് വയറിൻ്റെ ഭാഗം നമുക്ക് വേസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക. പ്ലേറ്റ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ആ വേസ്റ്റ് എല്ലാം ഒരു ഹൈജീനിക് ആയിരിക്കും. അടുത്ത് ഒന്നും ആവാണ്ട്, വൃത്തിയോടൊന്നും ആവാണ്ട് ഒരു പ്ലേറ്റിൽ തന്നെ ഡയറക്റ്റായിട്ട് അതിനെ ഒന്ന് നമ്മൾ ഈ കണ്ടോ പ്ലേറ്റിൽ തന്നെ നമ്മൾ അതിൻ്റെ ഇത് വയറിൻ്റെ ആ വേസ്റ്റ് എല്ലാം തന്നെ ഇൻറ്റസ്റ്റൈനെല്ലാം അങ്ങനെ നമ്മൾ അതിനകത്താക്കുന്നു. എന്നിട്ട് അതിനെ ഒന്ന് കഴുകിയെടുക്കുന്നു. റണ്ണിങ് വാട്ടറിൽ ഞാൻ കാണിക്കുന്നില്ല, എന്തായാലും അതിനെ ഞാനൊന്ന് കഴുകിയെടുക്കുന്നു. അപ്പം നമുക്ക് ഹോട്ടലിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, വൃത്തിയായിട്ടാണ്. അപ്പോഴും ആ കട്ടിംഗ് ബോർഡൊക്കെ ക്ലീനായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനകത്തുള്ള ആ ഒരു പൂവുണ്ട്, പൂവെന്നൊക്കെ പറയും. സോ ബേസിക്കലി ഞാൻ മലയാളത്തിൽ പറയുന്നതാണ്. പൂവെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് അതിൻ്റെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അതുതന്നെ ഇങ്ങനെ റിമൂവ് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. സ്കിൻ കണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സ്കിന്നിൻ്റെയും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ സ്കിന്നിൻ്റെ ആ ചെറിയൊരു പിടുത്തമുണ്ട്, അതിനകത്ത് അത് മാറണമെങ്കിലേ സ്കിൻ ഔട്ടായി വരുവുള്ളൂ. അപ്പോൾ അത് മെല്ലെ, മീൻസ് ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല, ഫ്ലഷ് മൊത്തം മാഷായി പോവും. അതുകൊണ്ട് മെല്ലെ ഇങ്ങനെ ഉണ്ടല്ലോ, മെല്ലെ ഇങ്ങനെ നമ്മളങ്ങനെ എടുക്കുക. മെല്ലെ അങ്ങനെ സ്ലോലി ആയിട്ട് പതുക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ എടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലെ ആ 2 സൈഡിൻ്റെ സ്കിന്ന് നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊലീൻ്റെ സൈഡെല്ലാം ഇങ്ങനെ തന്നെ സ്കിൻ്റെ സൈഡ് 2 സൈഡും ഉണ്ട് പെർഫെക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ വയറിൻ്റെ അകത്തുള്ള ആ സ്കിന്നിൻ്റെ അതിൻ്റെ ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ആ കട്ടിംഗ് ബോർഡെല്ലാം നല്ലോണം നമ്മൾ വാഷ് ചെയ്യുക. ബ്ലഡൊക്കെ ഇരുന്ന സ്ഥലം ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് വീണ്ടും നമ്മൾ കട്ടിംഗ് ബോർഡ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. പ്ലേറ്റ് എടുത്തിട്ട് കട്ടീൻ്റെ കറി ക്യൂബ്സ് നമ്മളെന്തായാലും വേറൊരു പ്ലേറ്റിലോട്ട് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കട്ടിങ് അതിൻ്റെ സ്കിൻ ഔട്ട് ചെയ്ത മീൻ നമ്മൾ എടുക്കുക, അതിനകത്ത് കട്ട് ചെയ്യുക, തല കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. തലേനെ വീണ്ടും നമുക്ക് 2 കട്ടായി കട്ട് ചെയ്യാൻ പറ്റും തലേനെ. അപ്പോൾ തലേൻ്റെ ആ ചിറകും അതും ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഞാൻ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു, മറു സൈഡും കൂടെ നമ്മൾ കട്ട് ചെയ്യുക. 2 സൈഡും കട്ട് ചെയ്യുന്നുണ്ട്, 2 സൈഡും കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ ചരിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വളരെ അപകടകരമാവും. ഒരു ഷെഫാണോ അല്ലെങ്കിൽ ഇത് ഫിഷൊക്കെ വെട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്, കൈമുറിയാൻ സാധ്യത. അപ്പം വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ള നൈഫ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏത് നൈഫ് കംഫർട്ടാണ് ആ നൈഫ് യൂസ് ചെയ്യുക. ബേസിക്കലി ഫസ്റ്റ് അതാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ എന്നിട്ട് 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ അത് ഇങ്ങനെ അതിനെ ഫ്ലഷ് ഭയങ്കര സോഫ്റ്റാണ്. അതായത് രാവിലെ കൊണ്ടുവന്ന മീനാണ്, ഞാൻ വൈകുന്നേരമാണ് വാങ്ങിയത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതുണ്ടല്ലോ ഫ്ലഷിൽ നിന്ന് കട്ട് ചെയ്യാനൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ചൊക്കെ പൊടിയുന്നുണ്ട്. അത് ഉണ്ടോ ഇതിങ്ങനെ അത് ബോണിൽ നിന്ന് വിട്ട് വരാൻ തന്നെ അത് ചെറിയ കത്തിയായതുകൊണ്ടാണ് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളതിനെ കട്ട് ചെയ്തെടുക്കും, എന്തായാലും കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ലൈവായിട്ടാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു കട്ടിങ് ഇല്ല, ഒരു ക്യാമറ കട്ടൊന്നുമില്ല, അങ്ങനെ ലൈവ്. അപ്പം ടോട്ടലി ഒരു 6.45 മിനിറ്റ്സ് എടുത്തു. 6 മിനിറ്റ് 45 സെക്കൻഡും എടുത്തു. ഓൾമോസ്റ്റ് 7 മിനിറ്റ്സ്. ഇപ്പം ഇത്
ഈ ഒരു ഫിഷ് ആയതുകൊണ്ടാണ്, നല്ല ഫ്രഷ് മീനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതി, ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 2.5 മിനിറ്റ് മതി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഫ്ലഷിൻ്റെ ക്വാളിറ്റി എന്താണ്, അതനുസരിച്ച് വേണം നമ്മൾ മല്ല് പിടിക്കാൻ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും, നമുക്ക് യൂസ് ഇല്ലാതായി പോവും. അവിടെ വീണ്ടും നമ്മൾ ബാക്കി വാലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക. ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ വളരെ കണ്ടോ, നല്ല തിക്കായിട്ടൊരു പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ ആക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ക്യൂബായിട്ട് കട്ട് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക, കറിക്കോ ഫ്രൈക്കോ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പറയുകയാണ്, അപ്പോൾ പ്രത്യേകിച്ച് നൈഫ് നിങ്ങൾക്ക് ഇണങ്ങുന്ന നൈഫായിരിക്കണം. പുതിയ നൈഫ് ഇണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൈ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുതിയ നൈഫാകുമ്പോൾ ചിലർക്ക് ഇങ്ങനെയൊക്കെ ചരിച്ചൊക്കെ വെട്ടുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ശ്രദ്ധിച്ച് വെട്ടുക. ഞാനെല്ലാം എക്സ്പീരിയൻസ് ഉള്ളതാണ്, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൈ മുറിയും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉപപ്രദം അല്ലെങ്കിൽ ഉപപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. ഇത്രയും സാധനം കട്ട് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ, കാണാം. ഓക്കെ, ബൈ.